ആമേൻ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, അവൻ അവരോട് നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. ദൈവത്തിന്റെ വചനമാണ്, യേശുവിന്റെ വായിലൂടെ പുറപ്പെട്ടു വന്ന വചനമാണ്. ആ വചനത്തിന് ശക്തിയുണ്ട്. ആ വചനത്തിന്റെ ശക്തിയാണ് 12 കൊട്ട ആമേൻ നിറച്ചെടുപ്പാൻ, അധികം എടുപ്പാൻ തക്കവണ്ണം പ്രാപ്തരാക്കി മാറ്റിയത്. 5 അപ്പവും 2 മീനിനെയും അത്തരത്തിൽ 12 കൊട്ടയ്ക്ക് ഉള്ളിൽ അധികം നിറച്ചെടുക്കാൻ ഇടയാക്കി തീർത്തത് എന്താണ്? വചനത്തിന്റെ ശക്തിയാണ്. വചനത്തിന് എന്തുണ്ട്? ശക്തിയുണ്ട്. നിങ്ങൾ തന്നെ ഭക്ഷിക്കാൻ കൊടുപ്പിൻ എന്ന് പറയുമ്പോൾ ആമേൻ അത് അക്ഷരികമായി നിറവേറത്തക്കവണ്ണം അവിടെ ദൈവവചനത്തിന്റെ ശക്തി വ്യാപരിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. നമുക്കറിയാമല്ലോ വചനത്തിന്റെ ശക്തിയുടെ ബലം അറിയാമല്ലോ. ആ കല്യാണ വീട്ടിലെ വിരുന്നില് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. ആ വചനത്തിന് ശക്തിയുണ്ട്. ആ പറഞ്ഞ ആമേൻ ആ വാക്കിന് ശക്തിയുണ്ട്. അത് പ്രകാരം ചെയ്തപ്പോൾ അതിൽ സംഭവിച്ച അത്ഭുതം നമുക്കറിയാം. മറ്റുള്ളവർ അത്ഭുതപ്പെടുന്ന നിലവാരത്തിൽ വെള്ളം വീഞ്ഞായ അനുഭവം എന്താണ്? അത് വചനത്തിന്റെ ശക്തിയാണ്. യേശു പറയുന്ന വചനത്തിന് എന്തുണ്ട്? ശക്തിയുണ്ട്. നമ്മൾ വിശ്വസിക്കുവാൻ തയ്യാറാകണം. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം തരുന്ന ഓരോ വചനത്തിനും എന്തുണ്ട്? ശക്തിയുണ്ട്. അത് പ്രകാരം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണുവാനിടയാകും. മർക്കോസ് സുവിശേഷം 2-ാം അധ്യായം 9-ാമത്തെ വാക്യമാണ്, പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പമെന്ന് ചോദിച്ചു. യേശുവാണ് ചോദിച്ചത്. യേശു അധികാരത്തോടാണ് പറഞ്ഞത്, ശക്തിയോടാണ് ആമേൻ താനത് കൽപ്പിച്ചത്. യേശുവിന് എന്തുണ്ടായിരുന്നു? അധികാരമുണ്ടായിരുന്നു. യേശുവിൽ എന്തുണ്ടായിരുന്നു? ശക്തി ഉണ്ടായിരുന്നു. ഈ അധികാരം ആർക്ക് തന്നിട്ടുണ്ട്? നമുക്ക് തന്നിട്ടുണ്ട്. ഈ ശക്തി ആരിൽ പകർന്നിട്ടുണ്ട്? നമ്മിൽ പകർന്നിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് യേശുവിന് ഉണ്ടായിരുന്ന പോലെയുള്ള അധികാരത്തോടെ പറയുവാനും ആമേൻ ആ ശക്തിയിൽ പ്രവർത്തിപ്പാനും നമുക്ക് ദൈവം എന്ത് തന്നിട്ടുണ്ട്? ആമേൻ അവസരം തന്നിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? വിനിയോഗിക്കണം. സ്തോത്രം. സ്തോത്രം. നമ്മുടെ വീട്ടിൽ തന്നെ, നമ്മുടെ ജീവിതത്തിൽ തന്നെ ആമേൻ അതിനെ നോക്കി നമ്മൾ പറയാതിരിക്കുന്നത് കൊണ്ട് പലതും എന്ത് ചെയ്യുന്നില്ല? മാറിപ്പോകുന്നില്ല, നീങ്ങിപ്പോകുന്നില്ല. മാറിപ്പോകട്ടെ, നീങ്ങിപ്പോകട്ടെ എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കുവാനിടയായി തീരും. പക്ഷപാതക്കാരനോട് എന്താണ് പറഞ്ഞത്? അധികാരത്തോടാണ് പറഞ്ഞത്. ആമേൻ പാപങ്ങളെ മോചിച്ചു കൊടുക്കുവാൻ ആർക്ക് അധികാരമുണ്ട്? യേശുവിന് അധികാരമുണ്ട്. അതുകൊണ്ട് താൻ എന്ത് ചെയ്തു? അധികാരത്തോടെ പറഞ്ഞു, ഞാൻ നിന്റെ പാപങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? മോചിച്ചു തന്നിരിക്കുന്നു. അവന്റെ രോഗത്തിന് കാരണം എന്താണ്? പാപമാണ്. എന്തായിരുന്നു? പാപമാണ്. ആദ്യം രോഗത്തിന് കാരണമായ പാപത്തെ യേശു എന്ത് ചെയ്തു? മോചിച്ചു കൊടുത്തു. പിന്നെ എളുപ്പമാണ്. എന്താണ്? രോഗം സൗഖ്യമാകുവാൻ. പാപം ഏറ്റു പറഞ്ഞാൽ, ദൈവസന്നിധിയിൽ പാപങ്ങൾ ഏറ്റു പറഞ്ഞാൽ നിന്റെ രോഗങ്ങൾ മാറും. സ്തോത്രം. ആമേ എളുപ്പത്തിൽ വിടുതൽ വരും. സ്തോത്രം. ചില വ്യക്തികള് ആമേൻ പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ പറയാറുണ്ട്, ചെയ്തു പോയ എന്തെങ്കിലും ഏറ്റു പറയാതിരിക്കുന്ന, ഒളിച്ചു വെച്ചിരിക്കുന്ന എന്തെങ്കിലും പാപങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ദൈവത്തോട് ഏറ്റു പറയുക. അങ്ങനെ ഏറ്റു പറഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് എന്ത് വരാറുണ്ട്? വിടുതൽ വരുന്നത് കാണാറുണ്ട്. സ്തോത്രം. അത് തന്നെയാണ് ആമേൻ. ഈ വിഷയം എന്താണ്? പാപമായിരുന്നു കാരണം. അതുകൊണ്ട് അവന്റെ പാപങ്ങളെ ആര് മോചിച്ചു കൊടുത്തു? യേശു മോചിച്ചു കൊടുത്തു. അപ്പോൾ അവന് ആമേൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കത്തക്ക ശക്തി ആരിലേക്ക് പകർന്നു? അവനിലേക്ക് യേശു പകർന്നു. അവൻ എങ്ങനെയാണ് പകർന്നത്? കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞ വചനത്താൽ. വചനത്തിന് എന്തുണ്ട്? ശക്തിയുണ്ട്. ഈ ശക്തി നമ്മളെ എന്ത് ചെയ്യും? ഈ അധികാരത്തോടു കൂടിയ ഈ വചനം നമ്മളെയും എന്ത് ചെയ്യും? എഴുന്നേറ്റ് നടക്കുമാറാക്കും. ആമേൻ. ജയത്തോടെ നടക്കുമാറാക്കും. ദേശത്തിന്റെ നാനാഭാഗങ്ങളിൽ നമ്മളെ വാഹനമേറി ഓടുമാറാക്കും. അത് ഈ വചനത്തിന്റെ ശക്തിയാണ്. സ്തോത്രം. പറ്റത്തില്ല, നടക്കത്തില്ല, ആമേൻ, ഇതെല്ലാം ആമേൻ നമ്മളെ ഒതുക്കുന്നതാരാ?
വീട്ടിൽ തന്നെ ഒതുക്കുന്ന, ഒരു സ്ഥലത്ത് തന്നെ ഒതുക്കി വെക്കുന്ന ആരാ? പിശാചാണ്. നമ്മളങ്ങനെ ഒതുങ്ങാനുള്ളവരല്ല. എന്താ? അങ്ങനെ ഒതുങ്ങാനുള്ളവര് അല്ല. സ്തോത്രം. അവൻ 10-ാമത്തെ വാക്യം വായിക്കാം. എന്നാൽ ഭൂമിയിൽ പാവങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ, അതെ, ഒരു ദിവസം കഴിഞ്ഞിട്ടല്ല, ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് എല്ലാവരും കാണെ പുറപ്പെട്ടു. അത് കണ്ട് എല്ലാവരും എന്ത് ചെയ്തു? വിസ്മയിച്ചു. സ്തോത്രം, സ്തോത്രം. വി.ഡി. സതീശന്റെ വിസ്മയം അല്ലത്, ഇത് സ്വർഗത്തിലെ വിസ്മയമാണ്. സ്തോത്രം. ആമേൻ. ഇത് ആര് കാണിക്കുന്ന വിസ്മയമാണ്? ആമേൻ. തളർന്നു കിടക്കുന്നവൻ എഴുന്നേൽക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ വിസ്മയമാണ്. സ്തോത്രം, സ്തോത്രം. ആമേൻ. രോഗങ്ങളാൽ ബാധിക്കപ്പെട്ട് ബന്ധിക്കപ്പെട്ട് ആമേൻ സ്തോത്രം കത്തവയിൽ ഞരങ്ങുന്നവർ വിടുവിക്കപ്പെടുന്നത് ആരുടെ വിസ്മയമാണ്? ആമേൻ. സ്വർഗത്തിന്റെ വിസ്മയമാണ്. യേശുവിന്റെ വിസ്മയമാണ്. സ്തോത്രം. ആമേൻ. വർഷങ്ങളായി ബന്ധിക്കപ്പെട്ട് ആമേൻ തടവറയിൽ കിടക്കുന്ന ജീവിതങ്ങൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്നത് ആരുടെ വിസ്മയമാണ്? ആമേൻ. സ്വർഗത്തിന്റെ വിസ്മയമാണ് അത്. ആമേൻ. യേശുവിന്റെ വിടുതലാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് ഒരു തരത്തിലും മുന്നേറാൻ കഴിയാതെ വണ്ണം ആമേൻ വിദ്യാഭ്യാസത്തെ തകർത്ത് കളഞ്ഞ് ആമേൻ സ്തോത്രം അല്ലെ ഇരുട്ടറയിൽ അടച്ച അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത് ആരുടെ വിസ്മയമാണ്? യേശുവിന്റെ വിസ്മയമാണ്. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 12 മുതലുള്ള വാക്യം. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. സ്തോത്രം. ഒരു സ്തോത്രം പറഞ്ഞു. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. സ്തോത്രം. പക്ഷെ യേശു പ്രവർത്തിച്ചതുപോലെ ജീവിച്ചതുപോലെ നീ ജീവിക്കാവൂ. യേശു എങ്ങനെയാണോ ജീവിച്ചത്, യേശു എങ്ങനെയാണോ പ്രവർത്തിച്ചത്, അതേപോലെ നീ ജീവിക്കാവുള്ളൂ, നീ പ്രവർത്തിക്കാവുള്ളൂ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ യേശു ചെയ്തതിലും അധികം എന്ത് ചെയ്യും? നിനക്ക് ചെയ്യാൻ കഴിയും. കർത്താവാണ് പറഞ്ഞത്. സ്തോത്രം. ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. സ്തോത്രം. അടുത്ത വാക്യം. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് എന്താ? അതിൽ വലിയതും അവൻ ചെയ്യും. യേശുവിന്റെ നിഴൽ തട്ടി ആരെങ്കിലും സൗഖ്യമായോ? ഇല്ല. യേശു പോയപ്പോ നിഴൽ തട്ടി ആരെങ്കിലും സൗഖ്യമായോ? ഇല്ല. വസ്ത്രത്തിന്റെ തൊങ്ങലിത്തൊട്ട് സൗഖ്യം അല്ലേ? പക്ഷേ അതിലും വലിയ കാര്യങ്ങൾ ആര് ചെയ്തു? പത്രോസ്. പത്രോസിന്റെ നടന്നു പോയപ്പോൾ പത്രോസിന്റെ നിഴൽ തട്ടി പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. പത്രോസ് കടന്നു വരുന്നു എന്ന് കേട്ടപ്പോ നിരത്തി കിടത്തിയിരിക്കുക രോഗികളെ. ആമേൻ. പടിഞ്ഞാറിന് അടിക്കുന്ന സൂര്യന്റെ നിഴൽ എങ്ങോട്ടാണ്? കിഴക്കോട്ടടിക്കും. നടന്നു പോകുമ്പോൾ ആ നിഴല് തട്ടി സകല രോഗികളും ചാടി എഴുന്നേൽക്കുക, സൗഖ്യമാകുക. നിഴലിനകത്ത് ശക്തിയുണ്ട്. ഒരു ഭക്തന്റെ, ഒരു വിശുദ്ധന്റെ നിഴലിൽ പോലും എന്തുണ്ട്? ശക്തി വ്യാപരിക്കുന്നു. അതെന്താണ്? വിശ്വാസമാണ്. എന്താണ്? വിശ്വാസമാണ്. ആമേൻ. വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? നിഴല് തട്ടിയാൽ മതി. ദൈവശക്തി വ്യാപരിക്കുന്ന ഒരുവന്റെ നിഴല് തട്ടിയാൽ എന്ത് വരും? രോഗി സൗഖ്യമാണ്. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞു. സ്തോത്രം. നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി വ്യാപരിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ നിഴല് തട്ടിയാൽ രോഗികൾ എന്ത് ചെയ്യും? സൗഖ്യമാകും. സ്തോത്രം, സ്തോത്രം. ഒരു ദൈവദാസൻ ഒരിക്കലും ഒരു ഭവനത്തിൽ ചെന്ന് തളർന്നു കിടക്കുന്ന ഒരാളിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ചെന്നു. അയാൾ എഴുന്നേൽക്കത്തതേ ഇല്ല.
ദൈവദാസന് അകത്തോട്ട് കയറി കരം നീട്ടി സ്തോത്രം കൊടുക്കാനായിട്ട് കരം നീട്ടിയപ്പോ പുള്ളി എഴുന്നേറ്റിരുന്ന് സ്തോത്രം കൈ കൊടുത്തു. എല്ലാരും അന്തം വിട്ടു. എന്താണ്? അതുവരെ എവിടെ പുള്ളി കിടപ്പിലായില്ല. ദൈവദാസന് അകത്തോട്ട് ചെന്ന് കരം നീട്ടി ക്രൈസ്തലോട് പറഞ്ഞതും അയാള് കരം നീട്ടി എഴുന്നേറ്റിരുന്നു. അയാൾ അറിയുന്നില്ല അയാൾ എഴുന്നേറ്റു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അയാൾ അറിയുന്നത് താൻ എന്ത് ചെയ്തിരിക്കുക, വർഷങ്ങളായിട്ട് കിടക്ക വിട്ട് എഴുന്നേറ്റിരിക്കുക. സ്തോത്രം. ആരാ ഇത് ചെയ്യുന്നത്? കർത്താവ്. ആമേൻ. ഭക്തന്മാരിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി കരങ്ങളിലൂടെ വ്യാപരിക്കുന്ന ആ കരം അങ്ങോട്ട് നീട്ടിയപ്പോൾ തന്നെ ദൈവശക്തി അവിടെ വ്യാപരിച്ചു. ആ കരങ്ങളിലേക്ക് പിടിക്കാൻ അയാളെ എന്ത് ചെയ്യണം? അയാൾ എഴുന്നേറ്റ പറ്റൂ. അയാളിൽ വ്യാപരിച്ച ദൈവശക്തി ഈ ദൈവശക്തിയെ എന്ത് ചെയ്തു? കയറി പിടിച്ചു. സ്തോത്രം. ഇത് കാന്തമാണ്, കാന്തം. സ്തോത്രം. ഭയങ്കര ഒരു കാന്തവലയം പോലെയാണ്. അത് ചെന്നു, ആ ശക്തി അവിടെ ചെന്നു, അതിങ്ങോട്ട് കയറി പിടിച്ചു. സ്തോത്രം. എഴുന്നേറ്റിരുന്നു, സൗഖ്യമായി. സ്തോത്രം. അതാണ് ഈ ശക്തി പുറപ്പെട്ടെന്ന് പറയുന്നത്. കർത്താവ് പറഞ്ഞല്ലോ, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ആമേൻ. വൈദ്യുതി പ്രവാഹം പോലെ എന്ത് ചെയ്യും? ശക്തി കടന്നു ചെല്ലും. കരം നീട്ടിയാൽ മതി. വിശ്വാസത്തോടെ കരം നീട്ടിയാൽ മതി. രോഗി എന്ത് ചെയ്യും? സൗഖ്യമാകും. ആ മുറിയിൽ കയറി നിന്നൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. സ്തോത്രം. വിശ്വാസമുള്ളവരുമായിട്ട് മുറിയിൽ കയറി നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. രോഗി എന്ത് ചെയ്യും? സൗഖ്യമാകും. സൗഖ്യമാകത്തില്ല. നിങ്ങൾ 13-ാം വാക്യം, നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. സ്തോത്രം. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും. സ്തോത്രം. അനാവശ്യമൊന്നും നമ്മൾ ചോദിക്കത്തില്ലല്ലോ. ആവശ്യമായ കാര്യങ്ങൾ ചോദിച്ചാൽ ആര് തരുമെന്നാ പറഞ്ഞിരിക്കുന്നത്? പിതാവ്. ആമേൻ. സ്തോത്രം. പുത്രന്റെ നാമത്തിൽ ചോദിച്ച പിതാവിൽ നിന്നത് നമുക്ക് എന്ത് ചെയ്യും? വാങ്ങിത്തരും. സ്തോത്രം. ന്യായമായത് എന്ത് ചെയ്യാം? ചോദിച്ചോ? ന്യായമായത് ചോദിച്ചോ ചേച്ചി? ചോദിച്ചേ തരും. വിശ്വാസം വേണം. സ്തോത്രം. ചോദിച്ചെങ്കിൽ വിശ്വാസം വേണം. വിശ്വാസത്തോടു കൂടിയാ ചോദിക്കേണ്ടത്. ഇവിടെ പറയുന്നത് എന്താണ്? വിശ്വാസത്തോടു കൂടി അല്ലാതെ യേശു എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. ഇല്ല. യേശു എന്താ പറഞ്ഞത്? നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും. അപ്പനോട്, സ്വർഗത്തിലെ അപ്പനോട് നിങ്ങൾ അപേക്ഷിച്ചാൽ അത് യേശുവിനോട്, അത് യേശുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തോട് എന്തെങ്കിലും അപേക്ഷിച്ചാൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ചെയ്തു തരും. സ്തോത്രം. എന്നാണ് കർത്താവ് ഉറപ്പോട് പറയുകയാണ്. എന്ത്? നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തേണ്ടതിന് ഞാൻ ചെയ്തു തരും. ആര് ചെയ്തു തരും? യേശു ചെയ്തു തരും. പിതാവിനോട് എന്ത് കൊടുക്കണം? അപേക്ഷ കൊടുക്കണം. സ്വർഗത്തിൽ അപ്പനെ എന്ത് ചെയ്യണം? അപേക്ഷ കൊടുക്കണം. അപേക്ഷ കറക്റ്റായിട്ട് കൊടുത്താൽ ആര് ചെയ്തു തരും? യേശു ചെയ്തു തരും. സ്തോത്രം. വിശ്വസിക്കും. ഇന്ന് അപേക്ഷ ആർക്ക് കൊടുത്തു? പിതാവിന് കൊടുത്തു. യേശു അത് ചെയ്തു തരും. നാളെ നീ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ നിന്റെ കണ്ണാൽ അത് കാണും. അതിന്റെ മറുപടി നീ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ അതിന്റെ കണ്ണാൽ കാണും. MLA ചിലപ്പോ പറയും ഞാൻ ചെയ്തു തരാമെന്ന്. അയാൾ പിന്നെ ആ വഴിയിൽ പോലും വരത്തില്ല. മന്ത്രി ചിലപ്പോ പറയും അത് ചെയ്യാമെന്ന്. അയാളെ പിന്നെ കാണത്തോലുമില്ല. അതുപോലല്ല യേശു. ഇത് അത്ഭുത മന്ത്രി, ധീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു. ഈ അത്ഭുത മന്ത്രി എന്ത് ചെയ്യും? പറഞ്ഞതാ. നിങ്ങൾ എന്റെ നാമത്തിൽ എന്തെങ്കിലും ആമേൻ അപേക്ഷിച്ചാൽ ഞാനത് ചെയ്തു തരും. വീണ്ടും രണ്ടാമത് നമുക്ക് ഉറപ്പ് തരിക. വിശ്വസിക്കണം. ഇന്ന് ഈ സായങ്കാലത്തിൽ വിശ്വസിക്കണം. എന്റെ കാര്യത്തില് ഞാൻ എന്റെ ഈ അപേക്ഷിച്ച ആമേൻ അധികം ആളുകൾ ഇവിടെ ഇല്ലെങ്കിലും ഞാനിവിടെ ആമേൻ അപേക്ഷിച്ച ഈ അപേക്ഷയിൽ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? തീർപ്പ് കൽപ്പിക്കും. എനിക്ക് മറുപടി തരും. സ്തോത്രം.